السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. വളരെ നല്ലൊരു ഉദ്ദേശത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആനുമായി ബന്ധപ്പെട്ട്, ദീനുമായി ബന്ധപ്പെട്ട്, ഇൽമുമായി ബന്ധപ്പെട്ട്, ദീനിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നിലയിൽ ഒരുമിച്ച് കൂടാനും ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കാനും ഒക്കെ പടച്ചവൻ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരുമിച്ച് കൂടാനും ഇത്തരത്തിൽ ഉള്ള സദസ്സുകളിൽ പങ്കെടുക്കാനും അള്ളാഹു ഭാഗ്യം നൽകിയത് തന്നെ വലിയൊരു സൗഭാഗ്യമായി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ നാട്ടിലെ മറ്റ് പല സ്ത്രീകൾക്കും ലഭിക്കാത്ത ഒരവസരം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനുമൊക്കെ ഇതൊരു വലിയ അവസരമായി, ഇതൊരു കാരണമായി തീരട്ടെ എന്ന് ആദ്യമായി ഞാൻ ദുആ ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ഈ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി എന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാനാണ് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നത്, നമസ്കരിക്കുന്നത്, നോമ്പ് വയ്ക്കുന്നത്, മറ്റ് ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത്. ആ ഒരേ ഒരു ലക്ഷ്യം തന്നെയാകണം മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നതിൻ്റെയും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഖുർആനിൻ്റെ പഠനവുമായി ബന്ധപ്പെടുന്നതിൻ്റെയും. ഇവിടെ നിങ്ങൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു എന്നൊക്കെ കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അള്ളാഹു തിരഞ്ഞെടുക്കുന്ന ചില ആളുകളെ മാത്രമാണ് ഖുർആൻ പഠിക്കാനുള്ള ഭാഗ്യം, മഹാഭാഗ്യം കൊടുക്കുകയുള്ളൂ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചതും അത്തരത്തിലുള്ളൊരു പദമാണ്. ഇസ്തഫൈന മിൻ ഇബാദിന. ദീനിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി നാം തിരഞ്ഞെടുക്കുന്നത് വളരെ എണ്ണപ്പെട്ട ആളുകളെ മാത്രമാണ്. അള്ളാഹു പ്രത്യേകം സ്വീകരിച്ച, തിരഞ്ഞെടുത്ത ആളുകളെ മാത്രമാണ്. പക്ഷെ അങ്ങനെ തിരഞ്ഞെടുത്തതിന് ശേഷവും പല ആളുകൾ അതിൽ നിന്നും പിന്മാറുകയോ അല്ലെങ്കിൽ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യാറുണ്ട്. അവരെക്കുറിച്ച് അള്ളാഹുവിന് ശേഷം പറയുന്നുണ്ട്, ഫമിൻഹും വാലിമുൽ ലിനഫ്സിഹി. അവരോട് അക്രമം പ്രവർത്തിക്കുന്നവരാണ്. അള്ളാഹു അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായി പ്രയോജനപ്പെടുത്താനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും നമ്മൾ കൃത്യമായി പരിശ്രമിക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മളുടെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നതാകണം. കാരണം ഈ അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്, നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തു നൽകുന്നത്. അള്ളാഹു ആരാധ്യനാകുന്നതിനോടൊപ്പം തന്നെ അള്ളാഹു നമ്മുടെ റബ്ബ് കൂടിയാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ റബ്ബിന്റെ അർത്ഥം തർബിയത്തു ഷൈഅൻ ഫശൈഅൻ. ഓരോ വസ്തുവിനെയും അത് ഉണ്ടാകുന്നത് മുതൽ അത് നാമാവിശേഷമാകുന്നത് വരെ അതിനു വേണ്ട മുഴുവൻ സൗകര്യങ്ങളും മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്ത്
അങ്ങനെ പരിപാലിക്കുന്നതിനാണ് റബ്ബ് എന്ന് പറയുക. അതുകൊണ്ട് റബ്ബ് എന്നുള്ള പദം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും യോജിക്കുകയില്ല. കാരണം അള്ളാഹുവിന് മാത്രമേ ഓരോ വസ്തുക്കളും അതിൻ്റെ ആരംഭം മുതൽ അത് തീരുന്നത് വരെ, അത് നാമാവിശേഷമാകുന്നത് വരെ ഓരോ നിമിഷവും അതിനു വേണ്ടുന്ന മുഴുവൻ സൗകര്യങ്ങളും മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് വളർത്താൻ കഴിയുന്നത് പടച്ചവന് മാത്രമാണ്. അതുകൊണ്ട് റബ്ബിനെ കുറിച്ചല്ലാതെ, അള്ളാഹുവിനെ കുറിച്ചല്ലാതെ റബ്ബ് എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു റബ്ബിനെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച മുഴുവൻ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയതാണ്. ഈ അനുഗ്രഹങ്ങൾ ഏത് സമയത്തും മാറ്റാനും അവന് കഴിവുള്ളവനാണ്. ഇത് മാറിപ്പോകുമെന്ന ചിന്ത കൂടി നമുക്ക് വരുമ്പോഴാണ് നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ കൃത്യമായി ശുക്ർ രേഖപ്പെടുത്താൻ, അതിന് നന്ദി രേഖപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുക. അതേപോലെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ മുസീബത്തുകളും, മുഴുവൻ ഇടങ്ങേറുകളും, മുഴുവൻ ബുദ്ധിമുട്ടുകളും അതും അള്ളാഹു നൽകിയതാണ്. ആ മുസീബത്തുകൾ, ബുദ്ധിമുട്ടുകൾ ഏത് സമയത്തും മാറ്റി നൽകാനും കഴിവുള്ളവനാണ് എൻ്റെ റബ്ബെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ മുസീബത്തുകളും ആ ബുദ്ധിമുട്ടുകളും ആ അസുഖങ്ങളും ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുക. ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനമാണ് ദീനുൽ ഇസ്ലാമിൽ. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ചില ആരാധനകളുടെ പേരല്ല, ഖുർആനിന്റെ തിലാവത്ത്, ഖുർആൻ ഓതുന്നതിന്റെ പേരോ നമസ്കരിക്കുന്നതിന്റെ പേരോ നോമ്പ് വയ്ക്കുന്നതിന്റെ പേരോ അല്ല. ഏറ്റവും പ്രധാനം മനസ്സിലുണ്ടാകേണ്ട ചില മൂല്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനം, ഈ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഞാൻ പറഞ്ഞത്. മുസീബത്തുകളുടെ സന്ദർഭത്തിൽ ക്ഷമിക്കാൻ കഴിയുക എന്നതും, അനുഗ്രഹമായി മനസ്സിലാക്കി അതിനെ ശുക്ർ രേഖപ്പെടുത്താൻ, അതിനെ നന്ദി രേഖപ്പെടുത്താൻ കഴിയുക എന്നതും. അതിനും അള്ളാഹുവിന്റെ വലിയ തൗഫീഖ് ഉണ്ടാകണം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ദുആ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ജഅൽനി സബൂറൻ വജഅൽനി ശകൂറ. അല്ലാഹുവേ, നീ എന്നെ നല്ല ക്ഷമയുള്ളവനാക്കണമേ, നല്ല ശുക്റുള്ളവനാക്കണമേ. ഇപ്പൊ ശുക്ർ ചെയ്യണമെങ്കിലും സബർ ചെയ്യണമെങ്കിലും ഒക്കെ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം ഉണ്ടാകണം. നമ്മൾ അള്ളാഹുവുമായിട്ട് വലിയ ബന്ധത്തിൽ ഏർപ്പെടണം, വലിയ ബന്ധം സ്ഥാപിക്കണം. അള്ളാഹുവിന്റെ റസൂലുമായി വലിയ ബന്ധം സ്ഥാപിക്കണം. അള്ളാഹുവുമായി വലിയ ബന്ധം സ്ഥാപിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, അവനോട് ദുആ ചെയ്യലാണ്. മനുഷ്യന്മാരോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അനിഷ്ടം വർദ്ധിക്കുമെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നതനുസരിച്ച് അള്ളാഹുവിന് നമ്മളോടുള്ള താല്പര്യം, ഇഷ്ടം വർദ്ധിക്കുമെന്നതാണ്. ഓരോ മനുഷ്യനും എല്ലാ സമയത്തും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആവശ്യമായിക്കൊണ്ടേയിരിക്കും. ഭക്ഷണം കഴിക്കാൻ പോകുന്നവൻ നല്ല ഭക്ഷണം കിട്ടണമെന്നുള്ള ആവശ്യത്തിലായിരിക്കും, ആഗ്രഹത്തിലായിരിക്കും. അങ്ങനെ ഓരോ സമയവും ഒരു സമയം പോലും ഇല്ലാതെ മുഴുവൻ സമയത്തും എല്ലാ മനുഷ്യന്മാരും എന്തെങ്കിലും ആവശ്യം ഉള്ളിലുള്ളവരായിരിക്കും. ഈ മനസ്സിൽ കിടക്കുന്ന ഈ ആവശ്യങ്ങളെ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരുന്നാൽ ഓരോ നിമിഷവും അള്ളാഹുവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിന് ഏറ്റവും നല്ല സമയം നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, തഹജ്ജുദിന്റെ സമയമാണ്. ഫർദ് നമസ്കാരങ്ങളോടൊപ്പം സുന്നത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ നല്ല ശ്രദ്ധ കാണിക്കുക. ഏറ്റവും പ്രധാനമായും തഹജ്ജുദ് പോലെയുള്ള നമസ്കാരങ്ങളിൽ വലിയ ശ്രദ്ധ കാണിക്കുക. അതിനുശേഷം നന്നായി ദുആ ചെയ്യുക. ആ സമയത്ത് മാത്രമല്ല ദുആ ചെയ്യേണ്ടത്, ദുആ എന്ന് പറയുന്നത് തന്നെ വലിയൊരു അമലാണ്, വലിയൊരു ഇബാദത്താണ്. നമ്മൾ ചോദിച്ച കാര്യം നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതൊരു ഇബാദത്തിന്റെ ഗണത്തിൽ അള്ളാഹു എഴുതി വെക്കും. അതിന്റെ പേരിൽ അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വർദ്ധിക്കും. ഏത് നിമിഷവും, ഉദു ഉള്ളപ്പോഴും ഉദു ഇല്ലാത്തപ്പോഴും, രാവിലും പകലിലും, ജോലിയുള്ളപ്പോഴും ജോലി ഇല്ലാത്തപ്പോഴും, എന്ത് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഓരോ നിമിഷവും മനുഷ്യന് അള്ളാഹുവിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ഇബാദത്തും അള്ളാഹുവുമായി അടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ആരാധനാ കർമ്മവുമാണ് ദുആ എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്ഥിരമായി നമ്മൾ വരുമ്പോഴും പോകുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമ്മുടെ ആവശ്യങ്ങൾ പടച്ചവനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുന്നത്ത് നമസ്കാരങ്ങളിൽ, തഹജ്ജുദ് പോലെയുള്ള നമസ്കാരങ്ങളിൽ വലിയ കണിശത നമ്മൾ കാണിക്കണം. പാകിസ്ഥാനിലെ വലിയൊരു മൗലാന പീർ ദുൽഫിഖാർ സാഹിബ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് തഹജ്ജുദ് നമസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം
അള്ളാഹുവിന് നിങ്ങളോട് വലിയ താല്പര്യമില്ല എന്നതാണ്. കാരണം അള്ളാഹുവിന് താല്പര്യമില്ലാത്ത ഒരാളെ എല്ലാവരും ഉറങ്ങുന്ന രാത്രിയിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി നമസ്കരിപ്പിക്കാൻ അള്ളാഹു ചെയ്യില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരാളെ അള്ളാഹുവിന്റെ മുമ്പിൽ രാത്രിയിൽ എഴുന്നേറ്റ് നിർത്തി നമസ്കരിപ്പിക്കാൻ അള്ളാഹു ചെയ്യില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് മാത്രമേ ഇതേപോലെയുള്ള വലിയ വലിയ കർമ്മങ്ങൾ, വലിയ വലിയ ഇബാദത്തുകൾ അള്ളാഹു ചെയ്യിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള നന്മകളിൽ, തഹജ്ജുദ് പോലെയുള്ള നമസ്കാരങ്ങളിൽ നമ്മൾ കണിശത കാണിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുആയിൽ നമ്മൾ നിരന്തരമാകണം. അള്ളാഹുവുമായിട്ട് നമ്മൾ വലിയ ബന്ധം സ്ഥാപിക്കണം. ഹൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹയുടെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവരുടെ ഭർത്താവ് അവരോട് ളിഹാർ ചെയ്തു. അൻത അലയ്യ കലഹരി ഉമ്മി, നീ എൻ്റെ ഉമ്മയുടെ മുതുകു പോലെയാണെന്ന് പറഞ്ഞാൽ, ഉമ്മയെ പോലെയാണെന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ തലാഖ് സംഭവിക്കുമായിരുന്നു. സഹാബിയാണ് ഭർത്താവ്, സഹാബിയായ ഒരു വനിതയാണ് ഹൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ. കുറെ മക്കളുണ്ട് അവർക്ക്. ജാഹിലിയ കാലഘട്ടത്തിൽ തലാഖ് സംഭവിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞതുപോലെ പറയൽ. ഇങ്ങനെ ഭർത്താവ് പറഞ്ഞപ്പോ ഈ സ്ത്രീ ഓടി വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്. എന്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, ജാഹിലിയ കാലഘട്ടത്തിൽ തലാഖ് സംഭവിക്കുമെങ്കിൽ ഇസ്ലാമിൽ എന്താണ് അതിന്റെ നിയമം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹിക്ക് പുതിയ നിയമങ്ങളൊന്നും ഇറങ്ങാത്തത് കൊണ്ട് പഴയ നിയമം, ജാഹിലിയത്തിന്റെ അതേ നിയമം, തലാഖ് തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു വിടുകയാണ്. വീണ്ടും വീണ്ടും ആ സഹാബി സ്ത്രീ റസൂലുള്ളാഹിയോട് തർക്കിക്കുകയാണ്. ഇല്ല, ഇസ്ലാമിൽ ഇതിനൊരു പുതിയ നിയമം ഉണ്ടാകണം. ഇങ്ങനെ നിയമമില്ല എങ്കിൽ എൻ്റെ കുട്ടികൾ അനാഥരാകും, ആ കുട്ടികളെ നോക്കാൻ എനിക്ക് കഴിവില്ല. അതുകൊണ്ട് എൻ്റെ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് റസൂലുള്ളാഹിയോട് ഒരുപാട് തർക്കിച്ചു. റസൂലുള്ളാഹിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടാകാത്തത് കൊണ്ട്, പെരുമാറ്റങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ട് അവർ തിരിഞ്ഞു നിന്ന് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി എന്നുള്ളതാണ്. അള്ളാഹുവിനോട് കൈ ഉയർത്തിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പടച്ചവനോട് പറഞ്ഞപ്പോൾ, പടച്ചവനോട് ദുആ ചെയ്തപ്പോൾ, ആ നിമിഷത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും മലക്ക് ജിബ്രീലിനെ വിട്ട് ആയത്തിറക്കി. നമ്മൾ സൂറത്തുൽ മുജാദലയിൽ വായിക്കുന്നത് പോലെ ആദ്യത്തെ ആയത്ത്, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, ഭർത്താവിന്റെ വിഷയത്തിൽ താങ്കളോട് തർക്കിച്ച ആ പെണ്ണിന്റെ വാക്കിനെ അള്ളാഹു കേട്ടിട്ടുണ്ട് എന്ന് അള്ളാഹു ആകാശത്ത് നിന്നും മലക്കിനെ വിട്ട് ആയത്തിറക്കുകയാണ്. ആ പ്രശ്നത്തിന് പരിഹാരമായി അള്ളാഹു ഖുർആനിൽ ആയത്തിറക്കുകയാണ്. എത്രത്തോളം ആയിരിക്കണം ആ ഒരു സ്ത്രീയുടെ ബന്ധം, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം എന്ന് നാം തിരിച്ചറിയണം. 3-4-5 ആയത്തുകൾ ലിഹാറുമായി ബന്ധപ്പെട്ട് ഉമ്മത്ത് ഇന്നും ഓതിക്കൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീയാണ് അതിന് കാരണമായത്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവും കുറച്ച് കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് ആളുകളും കൂടി ഒരു വഴിയിലൂടെ നടന്നു വരുമ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ ഇടയിൽ നിന്ന് ഉമറിനെ തടഞ്ഞു നിർത്തി ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ തടഞ്ഞു നിർത്തിയപ്പോൾ തന്നെ പുറകിലുള്ള ആളുകളൊക്കെ ഈ സ്ത്രീയെ മാറ്റിവിടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കണം. ഈ നിൽക്കുന്നത് ആരാണെന്ന് അറിയുമോ? ഈ നിൽക്കുന്നത് പണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് തർക്കിക്കുകയും അള്ളാഹുവിനോട് കൈ ഉയർത്തിയതിന്റെ പേരിൽ അള്ളാഹു ആകാശത്ത് നിന്നും ആയത്തുകൾ അവതരിപ്പിക്കുകയും ചെയ്ത ഏറ്റവും മഹത്വമുള്ള ഒരു സ്ത്രീയാണ് ഈ മദീനയിൽ ഹൗല ബിൻത് സഅലബയാണ് നിൽക്കുന്നത്. എന്നെ ഇവിടെ രാവിലെ വരെ, ഈ രാത്രി മുഴുവനും പിടിച്ചു നിർത്തി, രാവിലെ വരെ പിടിച്ചു നിർത്തിയാൽ ഈ ഉമർ ഈ ഇങ്ങനെ നിൽക്കും. കാരണം അത്രയും പ്രധാനപ്പെട്ട, അള്ളാഹുവിന്റെ മുമ്പിൽ അത്രയും സ്ഥാനമുള്ളൊരു മഹദിയാണ് നിൽക്കുന്നതെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പോലും പറയുന്ന തരത്തിൽ അത്രയും ഉയർന്ന പദവിയിലേക്ക് ഓരോ സ്ത്രീകൾക്കും എത്താം എന്നതാണ് ഈ ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. അല്ലാണ്ട് അന്നത്തെ സാഹബത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ആളുകൾക്ക് അങ്ങനെ സാധിച്ചു, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്നല്ല. ഈ ഉമ്മത്തിലെ ഓരോരുത്തർക്കും സാധിക്കുന്ന കാര്യങ്ങളാണ് സഹാബത്ത് നമ്മളെ കാണിച്ചു തന്നത്, സഹാബി സ്ത്രീകൾ നമ്മളെ കാണിച്ചു തന്നത്. ഇന്നും അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്, അള്ളാഹുവുമായി വലിയ ബന്ധം സ്ഥാപിച്ച സ്ത്രീകൾ. അതുകൊണ്ട് നമ്മളുടെ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ആകത്തുക, അടിസ്ഥാനപരമായ ആത്യന്തികമായ ലക്ഷ്യം എന്നത് അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കലാണ്. ഇത് മറന്നിട്ടൊരു പ്രവർത്തനവും നിങ്ങൾ ചെയ്യണ്ട. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഇത് മറന്നിട്ട് അള്ളാഹുവുമായി ബന്ധം വിച്ഛേദിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ആളുകൾക്ക് വേണ്ടി, മറ്റെന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രവർത്തനവും നിങ്ങൾ ചെയ്യേണ്ട. അതെല്ലാം പാഴാണ്. അള്ളാഹുവിന് വേണ്ടി ഒരു കാരയ്ക്ക് നിങ്ങൾ സദഖ ചെയ്താൽ
അതിന് ആഖിറത്തിൽ വലിയ കൂലി കിട്ടും. കാരണം പടച്ചവനുമായിട്ടുള്ള ബന്ധത്തിനാണ് സ്ഥാനമുള്ളൂ. വലിയ വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ അള്ളാഹു സൗഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തനങ്ങൾ പടച്ചവന് വേണ്ടി നമ്മൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ഇതുകൊണ്ട് ഗുണമുള്ളൂ എന്ന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നമുക്ക് അടുത്ത ബന്ധമുണ്ടാകണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുഹദിന്റെ രണാങ്കണത്തിൽ അള്ളാന്റെ റസൂലിനെ വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത പരന്നു. അതിലൊരു സ്ത്രീ, പേര് പോലും റിപ്പോർട്ടിൽ വരുന്നില്ല, ഒരു സ്ത്രീ, ഒരു സാധാരണ സ്ത്രീ, സഹാബികളിൽപ്പെട്ട ഒരു സാധാരണ സ്ത്രീ, പേര് പോലും ആർക്കും അറിയില്ല, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് മരിച്ചു എന്ന് അവർ വാർത്ത കേട്ടു, അവരുടെ സഹോദരൻ മരിച്ചു എന്ന് വാർത്ത കേട്ടു, അവരുടെ മകൻ മരിച്ചു എന്ന് വാർത്ത കേട്ടു. ഒരു സ്ത്രീക്ക് ആകെ അവലംബിക്കാൻ കഴിയുന്ന 3 പേരാണ്. 1 പിതാവ്, 2 സഹോദരൻ, 3 മകൻ. ആകെയുള്ള ആൺ തുണകളാണ് ഇവരൊക്കെ മരണപ്പെട്ടു എന്ന് വാർത്ത കേട്ടിട്ടും ഇവർക്ക് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. കാരണം അള്ളാന്റെ റസൂല് മരണപ്പെട്ടു എന്ന് കേട്ടിട്ടുള്ള ബേജാറിൽ ഇവരിങ്ങനെ കിടന്നോടുകയാണ്. കാണുന്നവരോടൊക്കെ ചോദിക്കുന്നത് എന്റെ വാപ്പാക്ക് എന്ത് പറ്റി, ഉമ്മാക്ക് എന്ത് പറ്റി, എന്റെ സഹോദരൻ എന്ത് പറ്റി, മകൻ എന്ത് പറ്റി എന്നല്ല, മറിച്ച് അള്ളാന്റെ റസൂലിന് എന്ത് പറ്റി. അവസാനം കുറെ ഇങ്ങനെ ഓടി നടന്ന് ബേജാറിലായി നടന്ന് അവസാനം ഒരു സഹാബി കാണിച്ചു കൊടുത്തു, അള്ളാന്റെ റസൂലിന് ഒന്നും പറ്റിയിട്ടില്ല, ദേ നിൽക്കുന്നു, അള്ളാന്റെ റസൂല് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള വാർത്ത കേട്ടപ്പോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു പോയി. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നുണ്ട്, കുല്ലു മുസീബത്തിൻ ബഅദക ജുലൽ, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, താങ്കൾക്കൊരു കുഴപ്പവും വന്നിട്ടില്ല എങ്കിൽ എന്റെ ജീവിതത്തിലെ മുഴുവൻ മുസീബത്തുകളും അതൊക്കെ നിസാരമാണെന്ന് ഒരു സ്ത്രീക്ക് പറയാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ റസൂലുമായി അവർക്ക് അത്രമേൽ ബന്ധമുള്ളത് കൊണ്ടാണ്. പണ്ഡിതന്മാർ കിതാബിൽ എഴുതി വെക്കുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന, ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു മുസീബത്തിനെയും അവന് മറികടക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവന് മറികടക്കാൻ പര്യാപ്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തെ, റസൂലിന്റെ വഫാത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി. റസൂലിന്റെ വഫാത്ത് ഈ ഉമ്മത്തിന് എത്രമേൽ മുസീബത്തായിരുന്നു എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ആ സഹാബത്തിന് എത്രമേൽ മുസീബത്തായിരുന്നു എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. നമ്മുടെ എത്ര വലിയ ബുദ്ധിമുട്ടുകളും എത്ര വലിയ മുസീബത്തുകളും അതെല്ലാം ചെറുതായി പോകാൻ ഈ ഒരു ചിന്ത മതി എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷെ ഈ ചിന്തയിലൂടെ നമ്മുടെ ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും ചെറുതായി തോന്നണമെങ്കിൽ അള്ളാഹു റസൂലുമായിട്ട് നമുക്ക് അഭേദ്യമായ ബന്ധമുണ്ടാകണം. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ഒരു വലിയ മൗലാന റഫി ഉസ്മാനി മൗലാനയുടെ സഹോദരൻ തഖി ഉസ്മാനി മൗലാന ലാസ്റ്റത്തെ ജനാസ മുമ്പിൽ വെച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ വിങ്ങി പൊട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും വലിയ വിഷമത്തിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്, പക്ഷെ ഈ സന്ദർഭത്തിലും അള്ളാന്റെ റസൂലിന്റെ വിയോഗത്തെ സഹാബത്ത് നേരിട്ടെങ്കിൽ എനിക്കിത് പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ സംസാരം അവസാനിപ്പിക്കുന്നത്. അവർക്കൊക്കെ അള്ളാഹുവിന്റെ റസൂലുമായിട്ടുള്ള അത്രമേൽ ബന്ധത്തിന്റെ പേരിലാണ് അവർക്ക് അങ്ങനെ പറയാനും അത്ര വിഷമകരമായ സന്ദർഭങ്ങളിൽ പിടിച്ചു നിൽക്കാനും കഴിഞ്ഞതെന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മുടെ ദീനീയായ ജീവിതത്തിൽ, അള്ളാഹനെ അനുസരിക്കുന്ന ജീവിതത്തിൽ മാത്രമാണ് ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും വിജയം പടച്ചവൻ വെച്ചിട്ടുള്ളതും സാധാരണ നമ്മൾ പറയാറും കേൾക്കാറുമുണ്ട്. അതിന്റെ അന്തസത്ത ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ മുസീബത്തുകൾ ഉണ്ടാകുക തന്നെ ചെയ്യും. കാരണം ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഒരാളും സന്തോഷം മാത്രമായിട്ട് ജീവിക്കുന്നില്ല. അള്ളാഹു 3 ലോകങ്ങളാണ് വെച്ചിട്ടുള്ളത്. 1 സന്തോഷം മാത്രമുള്ള ലോകം, അത് സ്വർഗമാണ്. 2 സങ്കടങ്ങളും ദുഃഖങ്ങളും മാത്രമുള്ള ലോകം, അത് നരകമാണ്. 3-മത്തേത് സങ്കടവും സന്തോഷവും ഒക്കെ ഇടകലർന്ന നിലയിൽ ഉള്ള ഒരു ജീവിതമാണ്, അത് ദുനിയാവിന്റെ ജീവിതമാണ്. അതുകൊണ്ട് ഇവിടെ എത്ര വലിയ സമ്പാദ്യത്തിൽ, എത്ര വലിയ ആഡംബരത്തിൽ ജീവിക്കുന്നവനും ഒരുപാട് ജീവിതത്തിൽ സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അതേപോലെ എത്ര ചെറിയ ചെറ്റക്കുടിൽ ജീവിക്കുന്ന മനുഷ്യരും അവന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും അള്ളാഹു കൊടുക്കും. കാരണം ഈ ജീവിതത്തിൽ ഇവിടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യന്മാർക്കും അള്ളാഹു സന്തോഷവും സങ്കടവും ഇടകലർത്തിയാണ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ നൽകപ്പെടുന്ന ബുദ്ധിമുട്ടുകളിൽ ക്ഷമിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നതെന്ന് പറയുന്നത്. അല്ലാണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ തകർന്നു പോകുന്നവൻ, അവൻ എത്ര വലിയ ധനാട്യനാണെങ്കിലും ഒരു കാര്യമില്ല. പക്ഷെ അങ്ങനെ നമുക്ക് ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ, സന്തോഷവേളകളിൽ നമ്മുടെ സന്തോഷങ്ങൾ അതിര് കടക്കാതിരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല ദീനുണ്ടാകണം, അള്ളാഹുവുമായി അത്രമേൽ ബന്ധം സ്ഥാപിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തിന് അഭേദ്യമായ ബന്ധമുണ്ടാകണം.
റസൂലിനോടുള്ള മഹബ്ബത്ത് അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ റസൂലിനെ പിൻപറ്റാൻ, നബിതങ്ങളെ പിന്തുടരാൻ, നബിതങ്ങളെ പകർത്താൻ സാധിക്കുക. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം കണ്ടാണ് നമ്മുടെ മക്കൾ വളർന്നു വരിക. ഒരിക്കലും നമ്മളൊരു രീതിയിൽ ജീവിക്കുന്നു, നമ്മൾ കുറെ തിന്മകൾ ചെയ്യുന്നു, മക്കളെ നേരെയാക്കാൻ, മക്കൾ ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കാൻ നമ്മൾ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞുപോയ മഹാന്മാരിൽ ഒരു പ്രധാനപ്പെട്ട ഒരു താബിഈയാണ്, അല്ലെങ്കിൽ താബിഈയാണ് ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന വലിയ മഹാനായ മനുഷ്യൻ. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്നൊക്കെ അള്ളാഹുവിനോട് എന്തെങ്കിലും എതിര് പ്രവർത്തിക്കുന്നുണ്ടോ അന്നൊക്കെ എൻ്റെ തഹ്തിലുള്ളവർ, എൻ്റെ കീഴിലുള്ള എൻ്റെ മക്കൾ, എൻ്റെ ജോലിക്കാർ, ഇവരൊക്കെ എന്നെ അനുസരിക്കാത്തവരായി മാറുന്നതായി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ അള്ളാഹിനെ അനുസരിക്കുമ്പോൾ ഇവരൊക്കെ എന്നെ അനുസരിക്കും. ഞാൻ അള്ളാഹുവിനോട് എതിര് പ്രവർത്തിക്കുമ്പോൾ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ എൻ്റെ താഴെയുള്ളവർ, എൻ്റെ മക്കളും എൻ്റെ ജോലിക്കാരും ഒക്കെ എന്നോട് എതിര് പ്രവർത്തിക്കുന്നതായി, എന്നെ അനുസരിക്കാത്തവരായി എനിക്ക് കൃത്യമായി മനസ്സിലാകാറുണ്ട്. ഇതാണ് എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അള്ളാഹുവിനെ വഴിപ്പെടുമ്പോൾ നമ്മുടെ കീഴിലുള്ള നമ്മുടെ മക്കൾ നമ്മളെ വഴിപ്പെടും. നമ്മുടെ കുടുംബം സന്തോഷകരമായ നിലയിൽ, ആഹ്ലാദകരമായ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ അള്ളാഹിനനുസരിച്ച് ജീവിക്കണം. നമ്മുടെ ഹൃദയം ശുദ്ധമാകണം. നമ്മുടെ ജീവിതം ദീനനുസരിച്ചാകണം. അതല്ലാതെ നമ്മുടെ കീഴിലുള്ള നമ്മുടെ മക്കൾ നന്നാകണമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ഇന്ന് പാകിസ്ഥാന്റെ ഭാഗമായ കാബൂൾ എന്ന് പറയുന്ന സ്ഥലം പണ്ട് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. കുറെ കാലം മുമ്പ് ആ നാട് ഭരിച്ചിരുന്ന ഭരണാധികാരിയുടെ പേര് അമീർ ദോസ്ത് മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു, നല്ല ഇബാദത്തുകൾ ചെയ്യുന്ന നല്ലൊരു സ്ത്രീ. ഒരിക്കൽ അദ്ദേഹത്തിന്റെ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി പുറത്തുള്ള ഒരു സൈന്യം വരുന്നു എന്ന് വാർത്ത കേട്ടിട്ട് അദ്ദേഹം ഇവിടെ നിന്നും തൻ്റെ നാട്ടിൽ നിന്നും ഒരു സൈന്യത്തെ അയക്കുകയാണ്. ഈ സൈന്യത്തിന്റെ നേതാവായി, സൈന്യാധിപനായി ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ മകൻ തന്നെയായിരുന്നു. വലിയ ധീരനായ അദ്ദേഹത്തിന്റെ മകൻ. ആ മകന്റെ നേതൃത്വത്തിലാണ് ഈ നാട്ടിൽ നിന്നും സൈന്യത്തെ അയക്കുന്നത്. സൈന്യം അങ്ങോട്ട് പോയി യുദ്ധം ചെയ്തു. കുറെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കേൾക്കുന്ന വാർത്ത തൻ്റെ മകനടങ്ങുന്ന സൈന്യം പിന്തിരിഞ്ഞോടിയതായും ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടതായും അറിയുകയാണ്. പക്ഷെ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നതായിരുന്നില്ല അദ്ദേഹത്തെ വിഷമിപ്പിച്ച കാര്യം. മറിച്ച് അദ്ദേഹത്തിന്റെ മകൻ പിന്തിരിഞ്ഞോടി എന്നതാണ്. അദ്ദേഹത്തിന്റെ മകൻ ആ യുദ്ധത്തിൽ ഷഹീദായാലും അദ്ദേഹത്തിന് പ്രശ്നമല്ല. പക്ഷെ പിന്തിരിഞ്ഞോടിയത് അത് വലിയ നിന്ദ്യതയായി അദ്ദേഹം മനസ്സിലാക്കുകയും വലിയ വിഷമത്തിൽ അദ്ദേഹം കഴിഞ്ഞുകൂടുകയും ചെയ്തു. ഭാര്യ ഈ വിഷമം കണ്ടിട്ട് ചോദിച്ചു, എന്തു പറ്റി, മകൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോ ആ മാതാവ് തന്റെ മകനെ കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ മകൻ ഒരിക്കലും പിന്തിരിഞ്ഞോടിയിട്ടുണ്ടാവൂല. നിങ്ങൾ കേട്ട വാർത്ത കള്ളമായിരിക്കും. ഉറപ്പിച്ചു പറയാൻ എനിക്ക് ഉറപ്പാണ്, എൻ്റെ മകൻ പിന്തിരിഞ്ഞോടൂല. അപ്പൊ ഈ ഭർത്താവിന് അത്ഭുതം, എന്തുകൊണ്ടാണ് ഒരു മാതാവ് ഇങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നത്? സാധാരണ സ്ത്രീകളാണ് കൂടുതൽ ബേജാറ് കാണിക്കുക. അങ്ങനെ കുറ്റപ്പെടുത്തല്ല, ഭർത്താവിനേക്കാൾ കൂടുതൽ മക്കളുടെ വിഷയത്തിലൊക്കെ ബേജാറ് കാണിക്കുക, കൂടുതൽ അസ്വസ്ഥപ്പെടുക എന്നുള്ളത് നമ്മളുടെ ഭാര്യമാരാണ്, പെണ്ണുങ്ങളാണ്, അവരുടെ തബാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, മാപ്പാക്കണം എങ്ങനെയാണെങ്കിൽ. അപ്പോ ഈ സ്ത്രീ, ഈ മാതാവ് തൻ്റെ മകനെ കുറിച്ച് പിന്തിരിഞ്ഞോടില്ല, അവൻ ധീരനാണ്, അവൻ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവനാണ്. ദീനിൽ പിന്തിരിഞ്ഞോടുക എന്നത് വലിയ കുറ്റമായി കാണുന്ന കാര്യമാണ്. വൻ പാപങ്ങളിൽപ്പെട്ട സബഉൽ മൂബിഖാത്തിൽ ചില റിവായത്തുകളിൽ വരുന്ന പാപമാണ് യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുക എന്ന് പറയുന്നത്. അത്ര വലിയ പാപമൊന്നും എൻ്റെ മകൻ ഒരിക്കലും ചെയ്യില്ല എന്ന് വലിയ വിശ്വാസത്തോടെ ആ സ്ത്രീ സംസാരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കേൾക്കുന്നത്, നേരത്തെ കേട്ട വാർത്ത തെറ്റാണ്, നിങ്ങളുടെ മകൻ പിന്തിരിഞ്ഞോടിയിട്ടില്ല, നന്നായി യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ വിജയിച്ച് അവർ മടങ്ങി വരുന്നുണ്ടെന്നുള്ള വാർത്ത ഈ ഭരണാധികാരിയായി രാജാവ് കേൾക്കുകയാണ്. ഓടിച്ചെന്നു ഭാര്യയുടെ അടുക്കിലേക്ക്. എന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് നിനക്ക് നമ്മുടെ മകന്റെ വിഷയത്തിൽ ഇത്ര ഉറപ്പ് ലഭിച്ചു? എത്ര ഉറപ്പ്! അള്ളാഹുവിന്റെ വിഷയത്തിൽ മകൻ അങ്ങനെ ചെയ്യില്ല എന്ന് ഇത്ര യഖീൻ എങ്ങനെ ഉണ്ടായി? അവർ പറയുന്നു, ഞാൻ എൻ്റെ മനസ്സിൽ വയ്ക്കുന്ന അള്ളാഹുവുമായിട്ടുള്ള ഒരു രഹസ്യമാണത്, അത് ഞാൻ പറയില്ല. പക്ഷെ അവസാനം ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങി
രാജകൊട്ടാരത്തിൽ കഴിയുന്ന രാജ്ഞിയാണ്. ആ സ്ത്രീ ദീനിയായ സ്ത്രീ, അള്ളാഹുവുമായി അഭേദ്യമായി ബന്ധമുള്ളൊരു സ്ത്രീ. അവർ പറയണം അവസാനം, എൻ്റെ മകനെ ഞാൻ ഗർഭം ചുമക്കുമ്പോൾ ഒരു മുഷ്തബിഹായ, ഹറാമായ എന്നല്ല, സംശയം ഹറാമാണോ എന്ന് സംശയിക്കുന്ന ഒരു ഉരുള പോലും ഞാൻ കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഹലാലാണെന്ന് തികച്ചും ബോധ്യപ്പെട്ട ഭക്ഷണങ്ങൾ മാത്രമേ ഞാൻ അവനെ ഗർഭം ചുമന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവൻ ഉണ്ടായതിനു ശേഷം അവന് ഞാൻ മുലപ്പാൽ കൊടുക്കുമ്പോൾ ഒരിക്കൽ പോലും വുദൂ ഇല്ലാതെ ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ വുദൂ ചെയ്ത് ദിക്റിൽ ആയിരിക്കുമ്പോൾ അവസ്ഥയിലാണ് ഞാൻ അവന് ഞാൻ മുലപ്പാൽ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്, എൻ്റെ മകൻ മോശമാകില്ല, എൻ്റെ മകൻ ധീരനാണ്, എൻ്റെ മകൻ ദീനിയാണ്, എൻ്റെ മകൻ അള്ളാഹുവുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. അങ്ങനെ ആകാനേ പറ്റുള്ളൂ. കാരണം ഞാൻ അവനെ വളർത്തിയത് അങ്ങനെയാണ്. എനിക്ക് അള്ളാഹുവിൻ്റെ മേൽ അത്രമേൽ ഉറപ്പുണ്ടെന്ന് ആ സ്ത്രീ പറയാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, നമ്മൾ ഈ നിലയിൽ ദീനിയാകുമ്പോഴാണ്, നമ്മുടെ മക്കളുടെ വിഷയത്തിലും നമ്മൾ ഈ നിലയിൽ ദീനിയാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായി നടത്തുമ്പോഴാണ് നമ്മുടെ തഹ്തിലുള്ള നമ്മുടെ മക്കളും നമ്മുടെ ഭർത്താവും നമ്മുടെ വീടുമൊക്കെ ദീനിയായ അന്തരീക്ഷത്തിലായി തീരുക. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇമ്രാനിന്റെ ഭാര്യയുടെ കാര്യം ഖുർആനിൽ വരുന്നുണ്ട്. ഇദ് ഖാലത് ഇംറഅതു ഇമ്രാന റബ്ബി ഇന്നി. ഇമ്രാൻ എന്ന് പറയുന്നത് ബൈത്തുൽ മുഖദ്ദസിന്റെ ഇമാമായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിന്റെ ഇമാമായ ഇമ്രാനിന്റെ ഭാര്യയാണ് മറിയം അലൈഹിസ്സലാമിന്റെ ഉമ്മ. അവര് ഗർഭം ചുമന്ന സമയത്ത് അവര് അള്ളാഹുവിനോട് നേർച്ച ചെയ്യുന്നുണ്ട്. ഇദ് ഖാലത് ഇംറഅതു ഇമ്രാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി. അള്ളാഹുവെ, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഖിദ്മത്തിനു വേണ്ടി ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു, അള്ളാഹ് നീ സ്വീകരിക്കണമേ. ഉണ്ടായി കഴിഞ്ഞപ്പോൾ പെൺകുഞ്ഞാണ്, എന്ത് ചെയ്യുമെന്നറിയാതെ അവർ അങ്കലാപ്പിലായി. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം വന്നു, നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ തന്നെ താമസിപ്പിക്കാൻ. അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് മറിയം അലൈഹിസ്സലാം. ആ മറിയം അലൈഹിസ്സലാമിൽ നിന്നാണ് ഒരു ഭർത്താവ് പോലും ഇല്ലാതെ ഈസാ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ജന്മം കൊടുക്കുന്നത്. ഇത്ര പവിത്രതയുള്ള ഒരു സ്ത്രീയായി മറിയം അലൈഹിസ്സലാം മാറിയതിന്റെ ഒരു കാരണം അവരുടെ ഉമ്മയായ ഈ ഹന്ന എന്ന് പറയുന്ന സ്ത്രീ അത്ര പവിത്രയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മക്കൾ ശരിയാകണമെങ്കിൽ, മക്കൾ അനുസരണയുള്ളവരാകണമെങ്കിൽ, മക്കൾ ദീനിയാകണമെങ്കിൽ നമ്മൾ ദീനിയാകണം. നമ്മുടെ ഭർത്താക്കന്മാര് ദീനിയായിട്ടും കാര്യമില്ല. ഞാൻ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറയാം, ഭർത്താക്കന്മാര് ദീനിയായിട്ടും കാര്യമില്ല. കാരണം ഖുർആനിൽ അള്ളാഹു കാഫിറായ സ്ത്രീകളുടെ, മോശമായി ജീവിച്ച സ്ത്രീകളുടെ ഉദാഹരണമായിട്ട് രണ്ട് സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇമ്രഅതു നൂഹിൻ വ ഇമ്രഅതു ലൂത്ത്. ലൂത്ത് നബിയുടെ ഭാര്യയും നൂഹ് നബിയുടെ ഭാര്യയും ഈ ഉമ്മത്തിലെ മോശമായ സ്ത്രീകൾക്ക് ഉദാഹരണമായിട്ട് പടച്ചവൻ ഖുർആനിൽ പറയുന്ന സ്ത്രീകളാണ്. ആരുടെ ഭാര്യയാണ്? നൂഹ് നബിയുടെ ഭാര്യയും ലൂത്ത് നബിയുടെ ഭാര്യയും. ഖുർആനിൽ തന്നെ മറ്റൊരിടത്ത് നൂഹ് നബിയുടെ ജലപ്രളയം ഉണ്ടായ സന്ദർഭത്തിൽ മകൻ പുറത്തു നിൽക്കുമ്പോൾ ഒന്ന് കേറി വാടാന്ന് പറഞ്ഞിട്ട് പോലും അവൻ കേൾക്കാതെ കാഫിറായി ചത്തുപോയ ഒരു സന്ദർഭത്തെ സംബന്ധിച്ചും ഖുർആനിൽ പറയുന്നുണ്ട്. നൂഹ് നബിയുടെ മകനും കാഫിറായി ചത്തുപോയ ആളാണ്. നൂഹ് നബിയുടെ മകൻ. രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഭർത്താവ് പ്രവാചകനാണെങ്കിലും ശരി, ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. ഭർത്താവ് പ്രവാചകനാണെങ്കിലും ശരി, മക്കള് നന്നാകാതിരിക്കുന്നത് ഭാര്യയുടെ മോശത്തരം കാരണമായിട്ടാണ്. നൂഹ് നബിയുടെ ഭാര്യ മോശമായതുകൊണ്ട് നൂഹ് നബിയുടെ മകൻ മോശമായി. ഖുർആനിൽ ഇത് രണ്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പൊ ഭർത്താവ് പ്രവാചകനാണെങ്കിൽ പോലും മക്കൾ നന്നാകണമെന്നില്ല. മക്കൾ നന്നാകണമെങ്കിൽ ഉമ്മ നന്നാകണം. ധാരാളം സംഭവങ്ങൾ ചരിത്രത്തിൽ വരുന്നുണ്ട്. ഏതെല്ലാം മഹാന്മാർ ലോകത്ത് ജീവിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ടോ അവരുടെയൊക്കെ ഉമ്മമാര് വലിയ വലിയ മഹദികളായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉമ്മ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കണ്ണ് കാണാൻ കഴിയാതായി, അന്ധനായി തീർന്നു. 5-ാമത്തെ വയസ്സിൽ അന്ധനായി, എന്തോ ഒരു രോഗം ബാധിച്ച് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മാതാവ് അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് അവസാനം ഈ അന്ധത മാറ്റിയെടുത്തു എന്നാണ് ചരിത്രത്തിൽ. അവർ അള്ളാഹിനോട് ദുആ ചെയ്തു, എന്റെ അള്ളാഹുവേ, ഞാൻ ഈ മകനെ വളർത്തുന്നത് നിന്റെ ദീനിന് വേണ്ടിയിട്ടാണ്, നിന്റെ ഹബീബിന്റെ, നിന്റെ റസൂലിന്റെ
നിന്റെ റസൂലിന്റെ ഹദീസുകൾ പഠിക്കാനും മനസ്സിലാക്കാനും ഈ ലോകത്തിന് എത്തിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് എൻ്റെ മകനെ ഞാൻ വളർത്തുന്നത്. അതുകൊണ്ട് എൻ്റെ മകന് ഈ അന്ധത നീ മാറ്റി തന്നേ പറ്റൂ, എൻ്റെ ഈ മകന് നീ കാഴ്ച തിരിച്ചു കൊടുത്തേ പറ്റൂ എന്ന് പടച്ചവന്റെ മുമ്പിൽ കരഞ്ഞു ദുആ ചെയ്തതിന്റെ ഫലമായി രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോ ആ കുഞ്ഞിന് കാഴ്ച ലഭിച്ചു എന്ന് ചരിത്രത്തിലുള്ളതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബുഖാരി ആയത് അസഹു കുതുബിൻ ബഅദ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബിന് ശേഷം ഏറ്റവും സഹീഹായ കിതാബായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബായി മാറിയത് ഇമാം ബുഖാരിയെ അത്രമേൽ ഏറ്റവും വലിയ ശ്രേഷ്ഠനായ പണ്ഡിതനാക്കി തീർത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ മാതാവായിരുന്നു എന്ന് ചരിത്രകാരന്മാർ ഒന്നടങ്കം പറയുന്നുണ്ട്. അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരുടെയൊക്കെ ഉമ്മമാരെ കുറിച്ച് നമ്മൾ വായിക്കണം. ഇതൊക്കെ നമുക്ക് മാതൃകയാക്കേണ്ടതാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നേരത്തെ പറഞ്ഞതുപോലെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, എൻ്റെ ഉമ്മ എനിക്ക് വുദു ഇല്ലാതെ പാല് തന്നിട്ടില്ല. നമ്മുടെ മക്കൾക്ക് പാല് കൊടുത്ത് TV കണ്ടിട്ടും മ്യൂസിക് കേട്ടിട്ടൊക്കെയാണ്. നമ്മളതാ മനസ്സിലാക്കുക. അവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നമ്മുടെ മക്കളെ കുറിച്ചുള്ള ആഗ്രഹം, അവൻ വലിയ വീട് വെക്കണം, വലിയ ജോലി വാങ്ങിക്കണം, എന്നിട്ട് അവന്റെ വീട്ടിൽ എനിക്ക് ജീവിക്കണം, അവൻ വലിയ കാറ് വാങ്ങിച്ചിട്ട് അവന്റെ കാറിലൂടെ എനിക്ക് സഞ്ചരിക്കണം, അവൻ വലിയ ജോലിയൊക്കെ വാങ്ങിച്ച് വലിയ ധനാട്ടിനായി ജീവിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ ഒക്കെ മുമ്പിൽ എനിക്കൊന്ന് ഞെളിഞ്ഞ് ജീവിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഭൗതികമായ വില കുറഞ്ഞ ആഗ്രഹങ്ങളാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, ഞാൻ എൻ്റെയും കൂടെ കാര്യം പറയാൻ. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ഈ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടുള്ള അവർ ദീനിന്റെ ആളുകളായി മാറണം, അള്ളാഹുവിന്റെ ആളുകളായി മാറണം, റസൂലിന്റെ മുത്തബിഅകളായി മാറണം. അവർ വലിയ സമ്പാദ്യം സമ്പാദിച്ചോട്ടെ, പക്ഷെ അവർ ദീൻ വിട്ട് കളിക്കുന്നവരാകരുത്. ഒരു നേരത്തെ നമസ്കാരം അവർക്ക് നഷ്ടപ്പെടരുത്. അവർ തഹജ്ജുദ് നമസ്കരിക്കുന്ന അള്ളാഹുവിന്റെ വലിയകളായി മാറണം. ഈ ചിന്ത ഈ ചിന്തയായി നമ്മുടെ ചിന്തകൾ മാറണം. ഭൗതികമായ ചിന്തകൾ മാറ്റി ഈ ചിന്തയിലേക്ക് നമ്മൾ എത്തണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കുറച്ച് പേര് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ, ഇതുപോലെയുള്ള ചിന്തകളിലേക്ക് എത്തിയാൽ ഈ സമൂഹം മൊത്തം മാറും. കുറെ ഉസ്താദുമാർ ചിന്തിച്ചിട്ടും കാര്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കണേ. ഈ ഉമ്മമാര് തീരുമാനിച്ചാൽ ഈ സമൂഹത്തിൽ നടത്താൻ കഴിയുന്ന അത്രയും വലിയ വിപ്ലവം മറ്റാര് വിചാരിച്ചാലും നടക്കില്ല. കാരണം ഈ ഉമ്മമാർക്കാണ്, മാതാക്കൾക്കാണ്, സ്ത്രീകൾക്കാണ് അടുത്ത തലമുറയെ ദീനിയാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ചു പറയാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രിയമുള്ള സഹോദരിമാരെ, അള്ളാഹുവിന് വേണ്ടി ചിന്തിക്കുക. നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒത്തുകൂടുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളെയാണ് അങ്ങനെ കിട്ടുള്ളൂ. ഇതൊരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. കാരണം നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് അള്ളാഹുവാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്. നമ്മളുടെ ഖുർആനിന്റെ തിലാവത്തുകൾ നമ്മൾ ശരിയാക്കുക, അതിന്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും നമ്മൾ പഠിക്കാൻ തയ്യാറാകുക. അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ തന്നെ സംഘടിപ്പിക്കുക. അതേപോലെയുള്ള കാര്യങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുക. ഒരേ ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പഠനം നിർത്തരുത്, ഖുർആനിന്റെ പഠനം നമ്മൾ നിർത്തരുത്. മരിക്കണത് വരെ മുതഅല്ലിമത്തായി തന്നെ ജീവിക്കണം. ഒറ്റ ഹദീസ് ഞാൻ പറയാം, ഒരേ ഒരു ഹദീസ്. അതരവായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മൻ ജാഅഹു അജലുഹു വഹുവ യത്ലുബുൽ ഇൽമ. ഒരാൾ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലയളവിലാണ് ഒരാളുടെ മരണം സംഭവിക്കുന്നതെങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കണം, ഇൽമു പഠിക്കുന്ന കാലയളവിലാണ്, ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് ഒരാൾക്ക് മരണം സംഭവിക്കുന്നതെങ്കിൽ, ലഖിയല്ലാഹ, അവൻ മരിച്ച് അല്ലെങ്കിൽ അവൾ മരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നേരത്ത്, ലഖിയല്ലാഹ, അവന്റെയും അവളുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഇല്ലാ ദറജത്തുൻ നുബുവത്തി, നുബുവത്തിന്റെ ഒരു ദറജയല്ലാതെ മറ്റൊരു മറയും ഉണ്ടാകുന്നതല്ല. അതായത് മുതഅല്ലിമത്തായി ഇൽമു പഠിക്കുന്ന കാലയളവിലാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ ആഖിറത്തിൽ നമ്മുടെ സ്ഥാനം അമ്പിയാക്കളുടെ തൊട്ട് താഴെയാണെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസാണ് നമ്മൾ തിരിച്ചറിയണം. എത്ര വലിയ കാര്യമാണ്. മരിക്കണത് വരെ മുതഅല്ലിമത്തായിട്ട് മരിക്കണം, മുതഅല്ലിമത്തായിട്ട് ജീവിക്കണം. പഠന കാലയളവിലായിരിക്കണം നമ്മൾ മരിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഖുർആനിന്റെ ക്ലാസ് നമ്മൾ ഒഴിവാക്കുകയേ ചെയ്യരുത്. അതുപോലെ നമുക്ക് ബന്ധമുള്ള, നല്ലത് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ വീട്ടിലെ കുട്ടികൾ
നമ്മുടെ മക്കൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ ബന്ധുക്കൾ, ഇവരോടൊക്കെ പറയണം ഈ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കും, ഉറപ്പായും പങ്കെടുക്കും. ഇത് എല്ലാവരും പങ്കെടുക്കേണ്ട ക്ലാസ്സാണ്. എല്ലാവരും, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പല പ്രദേശങ്ങളിൽ ഖുർആന്റെ ക്ലാസ്സിൽ പങ്കെടുത്തു. എത്ര സുന്ദരമായിരിക്കും ഈ നാട്, നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് നമുക്ക് പരമാവധി നമ്മൾ പരിശ്രമിക്കുക, ആളുകളെ ഖുർആനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. നമ്മൾ ഒരിക്കലും ഈ ക്ലാസ്സിൽ നിന്നും പിന്മാറാതിരിക്കുക. ഈ ക്ലാസ് നിന്നു പോകുന്നതിന് നമ്മൾ ഒരിക്കലും കാരണമാകാതിരിക്കുക. ഈ ക്ലാസ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നുണ്ട്, ഖുൽ റബ്ബി സിദ്നി ഇൽമ. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു മുൻഗാമികളുടെയും പിൻഗാമികളുടെയും മൊത്തം ഇൽമും കൊടുത്ത ആളാണ്. അള്ളാഹുന്റെ റസൂലിന് അത്രയും ഇൽമ ഈ മഖ്ലൂഖിൽ ആർക്കും ഇല്ല. അത്രയും ഇൽമ കൊടുത്തതിന് ശേഷവും അള്ളാഹുന്റെ റസൂലിനോട് അള്ളാഹു പറയാണ്, ഖുൽ റബ്ബി സിദ്നി ഇൽമ. താങ്കൾ വീണ്ടും വീണ്ടും ഇൽമ പഠിക്കുക, താങ്കൾ കൂടുതൽ കൂടുതൽ ഇൽമ കിട്ടാൻ വേണ്ടി പടച്ചവനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് മരിക്കണത് വരെയും ഇൽമിന്റെ മാർഗത്തിൽ നിന്നും താങ്കൾ പിന്നോട്ട് പോകരുതെന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അപ്പൊ അള്ളാന്റെ റസൂലിനോട് പോലും അള്ളാഹു നിർദ്ദേശം വെക്കുന്നത് ഇൽം അത്രമേൽ പ്രധാനമാണ്. ഇൽമിന്റെ മാർഗത്തിൽ നിന്നും ഖുർആനിന്റെ ഇൽമ പഠിക്കുന്നതിൽ നിന്നും നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകരുത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ ക്ലാസ്സുകൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. അതേപോലെ ജമിയത്തിന്റെ ഇവിടെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന നല്ല പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന്റെ പ്രീതിയെ മാത്രം ലക്ഷ്യമാക്കി നമ്മൾ പരിശ്രമങ്ങൾ നടത്തുക. അള്ളാഹു നമ്മുടെ മുഴുവൻ പരിശ്രമങ്ങളെയും പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. വാഖിർ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.